എന്റെ ദൈവമേ, ആകെ 2 കിലോ കപ്പയുള്ളതാ. എന്ത് എന്റെ കുഞ്ഞെ, നീ കപ്പ മുഴുവൻ ചെത്തി കളയലെടി, തൊലി മാത്രം ചെത്തി. തൊലി മാത്രമേ പോയുള്ളതാ, ഇത്രേ പോയുള്ളൂ. ഇങ്ങനെ തൊലി ചെത്താനാണെങ്കിൽ നിന്റെ ബ്ലാഡിനോട് 5 കിലോ കപ്പ മേടിച്ചു തരാൻ പറ. കൊണ്ടുവന്നു. ഇങ്ങനെയാണോ കപ്പ ചെത്തുന്നത്? പിന്നെ എങ്ങനെയാണ്? ഒരു സാധനം അറിയില്ല നിനക്ക്. എന്തിനാ പട്ടണ പണി ചെയ്താ പോരെ? അമ്മ, അയ്യോ, ഇതിനെക്കാട്ടി മറ്റേതാണ് എളുപ്പം. അപ്പൊ എന്തോരം കപ്പ പോയി? ഒന്നും പോയില്ല. മറ്റേ പണി ഉണ്ടാക്കി വെക്കുന്നു. എന്നാടാ വൈകിയത്? അയ്യോ, 8 മണി കഴിഞ്ഞല്ലോ. ഇറങ്ങാൻ നേരത്താണ് എന്തായാലും ഒരുത്തൻ കയറി തൂങ്ങിയത്. അയ്യോ, ആര്? അവനും എന്റെ പെണ്ണും പിള്ളേർ എന്താ വഴക്കാ? ആരുടാ? ഒരുത്തൻ. നിനക്ക് അവനൊക്കെ അറിയാമോ? അല്ല, നമ്മളറിയണ പിള്ളേർ ആരെങ്കിലും ആണോന്നറിയാൻ. അറിയുന്ന പിള്ളേർ ഈ ഇവരെ കയറി കാണിക്കൂ. എന്നിട്ട് പിന്നെ അവിടെ പോയി ഒന്ന് പോളെ കണ്ണ് ഉറങ്ങിട്ടില്ലേ? ആണോ? എന്നാ വേഗം പോയി കിടന്ന് ഉറങ്ങും. കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. മരിപ്പുള്ള സ്ഥലത്തൊക്കെ പോയതാ. കുളിച്ചിട്ട് പോയി കിടക്കാൻ. മരിപ്പിനൊക്കെ പോയതാന്ന്. ഓ, മരിപ്പിന് പാവം. ഇന്നത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ ഇന്ന്? സമയമായില്ലല്ലോ. എഴുന്നേറ്റ് പടി, ക്ലാസ്സിൽ പോയിരിക്കാതെ പോയി മുടിയൊക്കെ വാരി കെട്ടിയും ഒതുക്കി വെച്ചെടി. അതൊക്കെ മാറ്റാം. ചെല്ല്. അപ്പത്തിനെ അമ്മക്ക് അപ്പപ്പുഴുക്ക് ഉണ്ടാക്കി തരാം. സഹായിക്കണോ? സഹായിക്കണ്ട, നീ പോയി റെഡി ആയിക്കേ. അല്ലെങ്കിൽ കുഞ്ഞേ, ഇച്ചിരി തേങ്ങ ചിരണ്ടി വെക്കോ. അതേടെ അടി വരുമ്പോഴത്തേനും കണ്ടാ, അത് ഒടിയനാണ്. അത് പൊളിക്കാൻ പറ്റൂല. പയർ കാണില്ല. ഈ പയറാണ്. ഇത് രണ്ടും ഞാൻ എടുത്തത്. പച്ചപ്പയർ തിന്നണം. നിനക്ക് വല്ല വയറുവേദനയും പിടിക്കും കേട്ടോ. ആക്ച്വലി ഇത് വേവിക്കണ്ട, ഇങ്ങനെ തിന്നാ മതി. നീ എന്താ വല്ല പശുവാണോ? അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഒന്നെടുത്തൊന്ന് തിന്നോ. പശുവാണ്. ഇതെന്താ സമയം എന്തായി? 12 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ. ചോറൊന്നും ആയിട്ടില്ല കേട്ടോ. രാവിലെ ആ ചക്കപ്പുഴുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. വയറിനൊരു ഗദ്ഗതം. പാർട്ടി പരിപാടി നിർത്തി പോകുന്നു. അത് കാരണം അറിയില്ല. എന്താ അടി ഇതുണ്ടോ? ഇഞ്ചിയും ഇതുമായിട്ട് എടുക്കാനുണ്ടോ? വേണോ? ഗ്യാസും ഒരു ആകെ ഇതൊരു അസ്വസ്ഥത. ഞാൻ പാർട്ടി ഓഫീസിൽ 2 പ്രാവശ്യം നോക്കി. പക്ഷെ അത് മുട്ടുന്നുണ്ടോ? അത് ഈ കപ്പ കാണുമ്പോ എന്തിനാ ഇത്രയും തിന്നണത്? പിന്നെ ക്ലീറ്റോ തിന്നാനൊട്ട് പാടുമില്ല. ബാലു, ബാലു, ഇങ്ങോട്ടോ? ഒരു മിനിറ്റ്. അതെ അല്ലേ? ലൊക്കേഷൻ ആയിട്ട് വരാം. പിന്നെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്നൊരു 10 മിനിറ്റിൻ്റെ അത്രേ ഉള്ളൂ. അത്ര ദൂരെ വരുള്ളൂ. ഞാൻ ലൊക്കേഷൻ ഇപ്പോൾ ഷെയർ ചെയ്ത് തരാം. എടി, നമ്മുടെ ബാബുക്കുട്ട സാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോൻ ബാലു, അവനും ഭാര്യയും കൂടി ഇങ്ങോട്ട് വരണുണ്ട്. ഞാൻ ലൊക്കേഷൻ ഒന്ന് ഇട്ടോട്ടെ. നിങ്ങളിവിടെ എന്തുണ്ടെന്ന് ഓർത്താ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പം എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു. കഴിക്കാൻ നമ്മളൊരു മര്യാദയുടെ പുറത്ത് പറയണ. അവരൊന്നും കഴിക്കില്ല, വലിയ ആളുകളാണ്. അവർ കഴിച്ച എന്തെടുത്ത് കൊടുക്കും ക്ലീറ്റോ? ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ചത് കൊടുത്താൽ മതിയോ? ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴത്തേനും ഇച്ചിരി സാമ്പാർ ഇരിപ്പുണ്ട്. അതൊന്നും ആയിട്ടുമില്ല. വേറൊന്നുമില്ലേ? വേറെ ചായ വെള്ളം കൊടുക്കണമെങ്കിൽ പഞ്ചസാരയൊന്നുമില്ല. ചായപ്പൊടിയും പഞ്ചസാര എല്ലാം മേടിക്കണം. കർത്താവ്, ഈ വീട്ടിൽ എന്നും ദാരിദ്ര്യം തന്നെ. ദാരിദ്ര്യം ഉണ്ടാകാതെ ഇങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചാലേ ദാരിദ്ര്യം മാറുള്ളൂ. ഞാനേ ഹോട്ടലിൽ നിന്നല്ല മേടിച്ചോളാം. അവരോട് പറ, ഇപ്പൊ വരണ്ടെന്ന് പറ. എടി, അവർ ഇങ്ങോട്ട് വന്ന് ഞാൻ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവർ എന്നെ കാണാൻ പറഞ്ഞാണ്. അവർ കഴിക്കാൻ പറഞ്ഞെങ്കിൽ നോക്കാം. ഞാൻ ഹോട്ടലിൽ എന്തെങ്കിലും മേടിച്ചോണ്ട്. ഹോട്ടലിൽ പോയിട്ട് ഇനിയിപ്പോ എപ്പോ വരാനോ? ഞാനിപ്പോ വരാം. ആളിന്റെ വണ്ടി അവിടെ ഇരിക്കില്ല, ഞാൻ അതെടുത്തോണ്ട് പോയിട്ട് വരാം. അവൻ ആ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമോ എന്റെ പൊന്ന് ക്ലീറ്റോ? ഞാൻ അവനെ എല്ലാം എടുത്തോണ്ട് പോകണത്. അവന്റെ വണ്ടിയെ എടുക്കണുള്ളൂ കേട്ടോ. നീ വേറെ എന്തെങ്കിലും കൂടെ കരുതി വെക്ക്. എന്നും എന്തെങ്കിലും ഒപ്പിക്കും. പിന്നെ വേറെ എന്ത് കരുതാനാ? ഇവിടെ ആളില്ലെന്ന് പറഞ്ഞാ പോരെ. അത് നിന്റെ ഡാഡി പറയോ? ഇപ്പൊ എന്ത് കൊടുക്കും ഞാന്? ഉച്ചക്ക് വരുമ്പോ അവർക്ക് ചായയും ഇതും കൊടുക്കാൻ പറ്റുമോ? ചോറ് കൊടുക്കണ്ടേ? ഞാൻ ആ സാമ്പാർ മെഴുക്കുവരട്ടിയും കൂടി കൊടുക്കും. ഒരു മുട്ടയും വറുക്കാം. എന്ത് നാണക്കേട്? ഞാനല്ലല്ലോ വിചാരിക്കേണ്ടത്, നിന്റെ ഡാഡി വിചാരിക്കണ്ടേ. നീ അത് ഇങ്ങനെ ഇരിക്കാതെ വേഗം ഒന്ന് ഇതാക്കിട്ടെ, ഒടിച്ചിട്ടേ. സൈലന്റ് ആക്കി വെച്ചുകൂടായിരുന്നു ഏട്ടാ. ഇതായിരിക്കും കയ്യെത്തണില്ല. അയ്യോ, ആരാ?
ഹലോ സാർ. ആ സാർ. അത് ആ റാക്കിലെ രണ്ടാമത്തെ റോയിലുണ്ട് ചുവന്ന ഫയൽ. ആ ലെഫ്റ്റ് സൈഡിലെ അത് അല്ല അവിടെ ഉണ്ടായിരുന്നു സാർ. ഞാൻ വരാം സാർ, ഞാൻ വരാം. ചെയ്യാം, SP ഓഫീസ് കൊടുക്കേണ്ട ഫയലാണ്. ഞാൻ ആ റോയിൽ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് വന്നത്. അതിപ്പോൾ അവിടെ കാണാനില്ല. ഇപ്പോൾ പോണോ? ആ എടുത്തു കൊടുക്കണം. അയ്യോ, ഞാനാണ് ഏട്ടൻ്റെ ഉറക്കം കളയണ്ടെന്ന് വെച്ചിട്ട് സൈലന്റ് ചെയ്യാൻ വന്നതാ. ഇത് വേണോ? യൂണിഫോം വേണോ? ചൂടുള്ള എടുത്ത് യൂണിഫോം ആയിട്ട് പോണ്ട. വരുവാ. എടുത്തു അയ്യ, കൃത്യമായിട്ട് അവിടെ തന്നെ വെച്ചിരുന്നതാണ്. പക്ഷെ പുള്ളിക്ക് അറിയാഞ്ഞിട്ടാണ്. ആരെങ്കിലും അടുത്ത് മാറ്റി കാണും. അത് ഇപ്പൊ തന്നെ വരത്തില്ലേ? ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിളിച്ച് പറഞ്ഞ ഒരല്പനേരം കിടന്ന് ഉറങ്ങിപ്പോയാൽ അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടിനി ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ, ലൈറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ. വിളിക്കാൻ എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? അത് പെട്രോള് തുറന്നു നോക്ക്. എന്ത് ചെയ്യുന്ന തീർന്നു. ഒരു അത്യാവശ്യമായിട്ട് ഇതിലുണ്ടായിരുന്ന പെട്രോള് ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ഇത് പെട്രോളൊക്കെ തീർന്ന് എന്ത് ചെയ്യുന്നുള്ളത്? ഇത് എന്ത് പറ്റിയത്? പിന്നെ നേരത്തെ ക്ലീറ്റോ ചേട്ടൻ വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ചേട്ടൻ ഉറങ്ങിക്കിടന്നു. അതെന്ത് എന്ത് കാര്യത്തിന്? അതെന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോയി. എടുത്തു കൊടുത്താ? എന്നോടൊന്ന് ചോദിക്കണ്ടേ? പിന്നെ ഏട്ടന് ഉറങ്ങുമല്ലായിരുന്നു, അതുകൊണ്ടാ ചോദിക്കാഞ്ഞത്. എടി എന്നാൽ ഇത് അല്ല, അത്ര ദൂരം ഒന്നും പോയില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നായിരുന്നു. എടി പെട്രോൾ കുറവായിരുന്നു. ഞാൻ ഈ ഉറക്കപ്രാന്തിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അടിക്കാമല്ലോ. സ്റ്റേഷനിൽ പോകാനുള്ള പെട്രോൾ ഉണ്ടായിരുന്നു. അതിനിപ്പോ സാരില്ല, ഏട്ടൻ അവിടെ സാരമില്ലെന്നാ. ഞാൻ ഇപ്പൊ സ്റ്റേഷനിൽ എത്തണ്ട. എനിക്ക് ഇനി അവിടെ താമസിച്ചാൽ അവിടെ ആൾ ചീത്ത വിളിക്കാൻ ആളുണ്ട്. ഓട്ടോ പിടിച്ച് പോയേട്ടാ. അതിനാണ് ഞാൻ വണ്ടി പിടിച്ചേക്കണത്. ചായ ഇതൊക്കെ കഴിച്ച് കാര്യമായിട്ട് ഭക്ഷണവും കഴിച്ച് ഇച്ചിരി വിശ്രമിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ. അത് മതി. വലിയ കഷ്ടം തന്നെ, വലിയ കഷ്ടം തന്നെ കേട്ടാ. എന്ത് ചേട്ടന്റെ കൂട്ടുകാരന്മാര് വന്നിട്ടുണ്ട്. അതിനെന്ത്? അവരെ കേക്കട്ടെ, ഒരു മര്യാദ വേണ്ടേ? ഇത്ര നാളെ അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ മേടിച്ചോണ്ടിരുന്നത് ഇപ്പൊ പെട്രോൾ ഊറ്റിയെടുപ്പോ തുടങ്ങിയ. എടാ എടാ, ജോലി ജീവിക്കണ ആരെങ്കിലും ചെലവ് ജീവിക്കാൻ നോക്കല്ലടാ കേട്ടാ. വലിയ പ്രമുഖൻ. എവിടുത്തെ പ്രമുഖനാണ് നീ? ഒന്ന് പോയേട്ടാ അവിടുന്ന്. ആ കൂട്ടുകാരന് ഭാര്യയൊക്കെ വന്നേക്കണം. ഞാൻ അവിടെ പോയി തെറി വിളിക്കട്ടെ? സാരമില്ല, പോയേട്ടാ ഓട്ടോ പിടിച്ച് പോയിക്കാ. വായി നോക്കി കണ്ടെ വണ്ടി എടുത്തോണ്ട് പോയി പെട്രോൾ അടിക്കാതെ കൊണ്ട് വെച്ചേക്കുന്നത്. നീ എടുത്തോട്ട് പോയി എന്നിട്ട് പോലാണ്. ഞാൻ അങ്ങനെ പോയിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. കഴിച്ചിട്ടിറങ്ങാം. ഇല്ല, ഇനി ഒരിക്കലാ. റെഡി ആയിട്ട് അതെ അതെ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അതാ ഇറങ്ങാം. വരണം കേട്ടോ. ഷുവറായിട്ട് വരാൻ. പോട്ടെ മോളെ. ശരിയാണ്. നീ ഒരുപാട് അഹങ്കാരം കാണിച്ചാലേ നീ എൻ്റെ അളിയനാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും കേട്ടാ.
എടാ പോലീസുകാരനാണെങ്കിലും കുറച്ചൊക്കെ സംസ്കാരം വേണം. എന്തിനേ? എന്താ എടാ എൻ്റെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് വന്നപ്പോൾ നീ എന്ത് തോന്നിയ സാറേ അവിടെ കാണിച്ചേ? എടാ ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. നീ ഉറങ്ങായിരുന്നു. എന്ത് ഉറങ്ങായിരുന്നു? എന്ത് ഇൻസൾട്ടിങ് ആണെന്ന് അറിയാമോ നീ എന്നോട് കാണിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് സിയുടെ കോൾ ഞാൻ പെട്ടെന്ന് ധൃതിയിൽ പോകാൻ നോക്കിയല്ലേ. അപ്പോൾ പിന്നെ പെട്രോളിലായ പെട്ടെന്ന് ഒരു അന്നേരത്തെ ഒരു അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ പോട്ടത്. എന്തോ അന്നേരത്തെ ഇതിലങ്ങ് പറഞ്ഞു പോയി, ക്ഷമിക്കുന്നേ. നിന്റെ അന്നേരത്തെ നിനക്കുണ്ടാവണ ഓരോ മാനസികാവസ്ഥയ്ക്ക് ചൊറിച്ചിൽ തീർക്കാനുള്ള ആളാണോ ഞാൻ? നിന്റെ നാക്കിന്റെ ചൊറിച്ചിൽ തീർക്കാനുള്ള ആളാണോടാ ഞാൻ? നീ മര്യാദക്ക് വേണ്ട. കുറെ നാളായി ഞാൻ സഹിക്കണം. നിനക്കിപ്പോൾ എന്താണ് കുഴപ്പം? വന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അവർ എന്റെ മുഖത്ത് നോക്കിയിട്ട് അവർക്കൊന്നും പറയാൻ പോയതായി പോയി. എന്ത് അത്രയ്ക്കല്ലേ? നിന്റെ അടുത്ത് നടന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്ത് നടന്നത്? സംഭവിച്ച കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നീ കൂടുതൽ ഡയലോഗ് അടിക്കണല്ലോ. എന്റെ വണ്ടി എടുത്ത് ഞാൻ ഇച്ചിരി ഒന്ന് അതുവരെ പോയി തുടങ്ങി. നിന്റെ പെട്രോൾ തീർന്നു. വലിയ ഡയലോഗ്. നീ സ്വന്തമായിട്ട് വണ്ടി അടിച്ചു വെക്കണം. എടാ കാശ് വണ്ടിക്കകത്ത് ഞാൻ പെട്രോൾ അടിക്കും. ഞാൻ അന്തസ്സായിട്ട് ഓടിച്ചിട്ടോ. ഞാൻ അങ്ങ് കന്യാകുമാരിയിൽ ടൂർ ഒന്നും പോയില്ല. ഇവിടെ കട വരെ പോയപ്പോ പെട്രോൾ തീർന്നു. അല്ല നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അത് പറയാനുള്ള യോഗ്യം ഉണ്ടോടാ? എന്താ കുഴപ്പം? എന്റെ വണ്ടി ഞാൻ പെട്രോൾ അടിച്ചു വെച്ചേക്കണത് നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞായിരുന്നു. പിന്നെ ഇനി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, ഈ വണ്ടി എനിക്കൂടെ അവകാശപ്പെട്ടാണ്. നിന്റെ വണ്ടി എടുത്തോ. നിനക്ക് എന്താ ഒരാള് വീട്ടിൽ കയറി വരികയാണ് നീ അമ്മാതിരിയുള്ള വർത്തമാനം പറയേണ്ടത്. അവർ കേട്ട് കഴിയുമ്പോഴത്തേനും എത്ര പണിയില്ലാത്തവരായിക്കോട്ടെ, എത്ര വിലയില്ലാത്തവനായിക്കോട്ടെ, അവരുടെ മുമ്പിൽ അയാളുടെ അവസ്ഥ എന്താവും? ചേച്ചി അത് ശരിയാ. ചേച്ചി കണ്ടതല്ലേ ഏട്ടൻ നിന്റെ വീട്ടില് അവിടെ ആരെങ്കിലും അതിഥി വന്നിരിക്കുമ്പോ ഞാൻ മോശമായിട്ട് സംസാരിച്ച എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ വഴക്കും പിണക്കവും ക്ലീറ്റോയുടെ പണിക്ക് പോകാത്ത അസുഖമൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. പുറത്തുനിന്ന് വന്നവർക്ക് അറിയാവോ? അതെ, കഴിഞ്ഞു. ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ഈ വീടുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിക്കുകയാണ്. ഇത് എപ്പോഴും പറയും പോലെ അല്ല. എടാ നീ ഇത് എപ്പോഴും ഇത് തന്നെ പറയുന്നത്. എന്നിട്ട് നാളെ നീ എന്റെ അടുത്ത് കൂട്ടാൻ വരും. അമ്മാവനോട് റെക്കമെൻഡ് ചെയ്യും. ഇതല്ലേ എന്റെ പരിപാടി. നമുക്ക് കാണാൻ ആവശ്യമുണ്ട് നീ എന്റെ ഒന്ന് കാല് പിടിക്കാം. നീ എന്താ കാലം പിടിച്ചാലും അങ്ങോട്ട് ക്ലീറ്റോ ചേട്ടൻ ഏട്ടൻ അപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞു പോയതാ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറക്കം ഇല്ലാതെ വന്നതാണ്. എന്ത് മാനസികാവസ്ഥ ഇതിനകത്ത്? വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയാവോ? ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് ചേച്ചി കണക്ക് പറയുന്നതാണോ വലിയ കാര്യം? അതോ വീട്ടിലൊരു വിരുന്നുകാരുള്ളപ്പോ? ചേച്ചി വിരുന്നുകാരിരുന്നപ്പോ പറഞ്ഞ തെറ്റാണ്. പക്ഷെ ചേച്ചി ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കണോണ്ടല്ലേ ചേച്ചി കണക്ക് പറയണത്. എന്താടി ഒരു 2 സ്പൂൺ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി അത്ര മാത്രമേ മേടിക്കണുള്ളൂ. ഒരു ദിവസം ഒരു 10,000 പ്രാവശ്യം ചേച്ചി ഇങ്ങോട്ട് വരത്തില്ലേ ചേച്ചി? മതിയായല്ലോ. അങ്ങനെയൊന്നും എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ ഞാൻ ശരി. ഇനി ആങ്ങളല്ലേ പെങ്ങളല്ലേ ഒരു മുന്നാക്കൂല. മതി, കയറി പോയിക്കോ. മതി, എനിക്ക് മതിയായി. എന്റെ പെങ്ങളല്ലേ ഒരു ഉണ്ടാക്കും വേണ്ടേ. സന്തോഷമായി കനക. ഇനി എച്ചി കണക്ക് പറയേണ്ടി വരൂല. അങ്ങോട്ട് ചോദിക്കാനും വരുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരുന്നോളാം. പിന്നെ പെങ്ങള് പട്ടിണിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു സാധനം കൊണ്ട് വരുമോ? വേണ്ട, പെങ്ങൾക്ക് ഇനി വേണ്ട. ഞങ്ങൾ വരാൻ പോണില്ല. ലില്ലിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വേണ്ട, വരുന്നില്ല. ഞാനും അങ്ങോട്ട് വരുന്നില്ല. ക്ലീറ്റ് എപ്പോഴും പറയാറുണ്ട് ഇനി ആ വഴിക്ക് പോകണ്ട, ഇങ്ങോട്ട് ആരും വരണ്ടാന്ന്. ഞാനപ്പൊ എന്റെ കൂടപ്പറപ്പുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെക്കും. പക്ഷെ ക്ലീറ്റോ പറയുന്നതാണ് ശരി. ഇനി മേലാല് ക്ലീറ്റോ അങ്ങോട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ചെന്നിട്ടുണ്ട് ഇനി കൂടപ്പറപ്പാന്ന് അങ്ങോട്ട് ചിന്തിക്കണ്ട. തൃപ്തിയായില്ല. ഇങ്ങോട്ട് വരുത്തും വരാൻ നിൽക്കണം. ചെയ്യോ നീ ആ തങ്കത്തിനടുത്ത് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. എന്തോ തങ്കത്തിനടുത്ത് നീ അങ്ങനെ ഒന്നും സംസാരിക്കണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ തെറ്റായി പോയത്. അതുകൊണ്ടല്ല, നമ്മൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് പോയാൽ, അബദ്ധത്തിൽ എന്തെങ്കിലും വീണ് അതങ്ങ് മുറിവാകും. അറിയാലോ. ഇത്ര തത്വചിന്ത പറയുന്ന ആളോട് ഞാൻ ഉച്ചയ്ക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു അവിടെ ആളുണ്ട് ഏട്ടാ ഒന്ന് പതുക്കെ പറയുന്നത്. ഏട്ടൻ കേട്ടാ അത്? അതൊന്നും ശരി. നീ കണ്ടേയല്ലേ ഞാൻ ഇവിടെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇവിടെ ഒന്ന് കിടന്നുറങ്ങണം. ആ സമയത്ത് സിയെ വിളിച്ചിട്ട് പറയുന്നത് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ സ്കൂട്ടർ എടുത്തോണ്ട് പോയിട്ട്. എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാന്ന്. അല്ല, എന്റെ വണ്ടിയിൽ പോകുമ്പോൾ അത് ഞാൻ അറിയണ്ട. ഒരു മര്യാദ. അത് ശരി, അവിടെ ആളുള്ളപ്പോഴാണ് പറയേണ്ടത്. അവർ പോയി കഴിയുമ്പോ പറയാലോ ഏട്ടന്. ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പൊ ആളുണ്ടായിരുന്നു. ദേഷ്യം വരുമ്പോ എല്ലാവർക്കും എല്ലാം പിടിച്ചു പോവാ. അത് ശരി. അതൊന്നും അല്ല, നിനക്ക് നിന്റെ ഉടപ്പുറത്തിനും 10 വയസ്സിന് ബുദ്ധിയില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ബുദ്ധിയില്ലല്ലോ. ബുദ്ധിയില്ല. അപ്പൊ ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരോട് നിങ്ങൾ സംസാരിക്കാൻ വരണ്ട. മിണ്ടാൻ വരുന്നില്ലല്ലോ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് ദണ്ണങ്ങളും പറഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൈയ്യെടുത്ത് കൊടുക്കും. ആ നക്കാപ്പിച്ച് മേടിച്ചിട്ട് പോകണമെന്നല്ലാതെ പിന്നെ നമ്മുടെ തലേ കയറണോ? അല്ലെ പെട്രോൾ അടിച്ച് വെക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു. കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ എച്ചി കണക്ക് പറയുന്നത്? നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ. എന്താണ് ആ മേടിക്കുന്നതാണോ ഇല്ലല്ലോ? ഏട്ടൻ എന്നോട് എന്റെ ആങ്ങളോടും മിണ്ടണ്ട, ഏട്ടനോടും ഏട്ടന്റെ പെങ്ങളോടും ഞങ്ങളും വരുന്നില്ല. മിണ്ടാൻ പറ്റിയ കുടുംബക്കാരല്ലേ നിങ്ങൾ? ആ കുഴപ്പം. നിങ്ങളെ നല്ല കുടുംബക്കാരി. ആ തന്നടി. അത് ഗതികേടിന് ഏത് നേരത്താണെന്ന് അറിഞ്ഞൂടാ. തലയിലായിപ്പോയെല്ലാം കൂടെ. ജോലി ചെയ്ത് മനസമാനായിട്ട് വീട്ടിൽ നിന്നിരിക്കാൻ പറ്റുന്നില്ല.
കഴിക്കാൻ വാ. അവളെന്തി? ആ മുത്തേ, മുത്തേ. എന്നാലും ആ ലില്ലിയോട് വഴക്കിടണ്ടേ? ആ, എന്താ പറയാത്തേന്ന് നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. എന്ത്? ആ, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പെങ്ങള് മാത്രമാണല്ലോ കുഴപ്പമില്ലാത്തതുള്ളൂ. എന്തിനാ ഇപ്പൊ വഴക്കിട്ടത്? എന്തിനാ വഴക്കിട്ടത്? അതെ, വഴക്കിട്ടത് ഞാനും അവനുമായിട്ടല്ലേ. പിന്നെ എൻ്റെ പെങ്ങളാണ് അവളോട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവൾക്കും എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നീ അവളുമായിട്ട് പിണങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ? പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ലേ? നിങ്ങളുടെ ഈ വിചാരം, അവൾക്ക് നിങ്ങളോടില്ലല്ലോ ഈ സ്നേഹം. ഇത്രയും നിങ്ങളെ പറഞ്ഞപ്പോഴത്തേനും അവൾ കമാന്നൊരു അക്ഷരം വേണ്ടിയോ? അത് പിന്നെ സ്വാഭാവികമായിട്ടും ഭർത്താവിനെ ന്യായീകരിച്ചേ നിൽക്കുള്ളൂ എല്ലാ ഭാര്യമാരും. ആഹാ, അപ്പൊ ഞാനും അങ്ങനെ ന്യായീകരിച്ചു എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി ക്ലീറ്റോ. അതിന് ഞാനും അവനുമായിട്ട് വഴക്കിട്ട് നീ അവളോട് മിണ്ടാതിരിക്കണം എന്തിനാണ്? ഞാൻ മിണ്ടാതിരിക്കുന്നേ, എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ ആദ്യം എൻ്റെ ആങ്ങളനോട് പോയി വഴക്കിട്ടത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ആങ്ങളനോട് വഴക്കിടാം, ഞാൻ നിങ്ങളുടെ പെങ്ങളോട് വഴക്കിട്ടതാണ് കുഴപ്പം. ഞാൻ ആങ്ങളോട് എന്തിനാണ് വഴക്കിട്ടത്? വഴക്കിട്ട് എന്തിനാണ്? അതിന് കാര്യമുണ്ട്. അവ മര്യാദക്ക് വന്ന് അവിടെ കിടന്ന് ഉറങ്ങുവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് അതെടുത്ത് പെട്രോൾ അടിക്കാതെ കൊണ്ടുവച്ചല്ലേ അവൻ വഴക്കിട്ടത്. പെട്രോൾ നീ ചുമ്മാ ഇരുന്നാണ്. പെട്രോൾ എന്റെ ആങ്ങളനോട് നിങ്ങൾ ആദ്യം പോയി വർത്താനം പറ, അത് കഴിയുമ്പോ നിങ്ങളുടെ പെങ്ങളോട് ഞാൻ വർത്താനം പറയാം. അല്ലാതെ നിങ്ങൾ ഈ കാര്യത്തിൽ ഈ ജന്മത്തിൽ നീ നടക്കുമെന്ന് വിചാരിക്കണ്ട. ഞാനിനി അവന്റെ കാല് പിടിക്കാൻ അവനോട് മിണ്ടാനും ഞാൻ പോണില്ല. അപ്പൊ ഞാനും മിണ്ടാൻ പോണില്ല. നിങ്ങൾ പിന്നെ എന്താണ് ഇവിടെ മര്യാദക്കിരുന്നൂടെ? അതെ, വലിയവരെ സംസാരിക്കണേ, നീ വലിയ ആളാവണ്ട കേട്ടോ. നിങ്ങൾ ആളാവണ്ട. നിങ്ങൾ ഇടയ്ക്ക് ഞാനല്ലേ വിഷമിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പൊ അങ്ങനെ ഇരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരും മിണ്ടാൻ വരില്ല കേട്ടാ. എല്ലാവർക്കും കൂടെ അഹങ്കാരവും. ആരോടും മിണ്ടണ്ട, എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ ഇതെല്ലാം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ എന്ത് കാര്യത്തിന്? ആർക്കും വേണ്ടെങ്കിൽ ഈ പുഴുങ്ങി തിന്നു. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം, വെള്ളാമ്പൽ പൂവ് തരാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ
സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം. വെള്ളാമ്പൽ പൂവ്. ഹലോ, ആ, കപ്പ വറ്റൽ പുറത്തുനിന്ന് വാങ്ങിയതാ ഇവിടെ ഉണ്ടാക്കിയതാ? എൻ്റെ ഭാര്യ ലില്ലി ഉണ്ടാക്കിയതാ. സൂപ്പർ കേട്ടാ. അതങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ നാക്ക് പറയുന്നു. അല്ലേ? സത്യം പറഞ്ഞാൽ ബോറടിച്ചിട്ട് എനിക്ക് നാക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. ഇതേ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഓരോ മാനസികാവസ്ഥയിൽ നമ്മൾ ഓരോന്നും വിളിച്ച് പറയുമ്പോൾ അതെങ്കിലും മനസ്സിലാക്കണ്ടേ? സത്യമാണ് സത്യമാണ്. അത് പോട്ടെന്ന് വയ്ക്കണം. ഇപ്പോഴാണ് എനിക്കും അത് മനസ്സിലായി. മാനസികാവസ്ഥ ഭയങ്കര ഒരു സംഭവമാണ്. സംസാരിക്കാതിരുന്നിട്ടേ. അതെ അതെ അതെ. പിന്നെ വേറെന്താ പരിപാടി? ഒന്നുമില്ല, എന്തെങ്കിലും ഒരു പരിപാടി ഇട്ടാലോ? ചെറുതെടുത്താലേ? ചെറുതെടുക്കല്ലേ? ചെറുതാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഉണ്ടാ? ഇല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഗ്ലാസും സോഡ ഞാൻ എടുക്കാം. ഇന്നാൾ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ചെറുതുണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ, പിന്നെ അടിക്കാൻ വേണ്ടി ഗ്ലാസ് അവിടെ നിന്ന് എടുക്കേണ്ട കാര്യമുണ്ടോ? നീ കയറി വാ. പക്ഷെ അച്ചാർ ഞാൻ ഇവിടെ നിന്ന് എടുക്കും. എന്നിട്ട് അതെൻ്റെ ഒരു അവകാശം. ചേട്ടനിപ്പോ ആരോടാ സംസാരിച്ചത്? ഹലോ ഹലോ, എന്താ ഇവിടെ? എൻ്റെ പെങ്ങളിത് ഉണ്ടാക്കി അവളുടെ ഭർത്താവിന് കൊടുത്തു. ഭർത്താവ് അളിയൻ്റെ 2 കൊടുത്തു. അത്രേ ഉള്ളൂ. ഓ, അപ്പൊ അതെടുത്ത് തന്നെ നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ കാണണം എൻ്റെ പൊന്നുമോളെ. സത്യം. തമാശ പറയുന്ന, പാട്ട് പാടുന്ന, ചിരിക്കുന്ന, കള്ളു കുടിക്കാൻ പ്ലാൻ ചെയ്യുന്ന. കഷ്ടം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വീട്ടിൽ താമസിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടാ നിങ്ങളെക്കാളും വലിയ വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അല്ല, ഞാനതാണ് ആലോചിച്ചത്, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ആര് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നതായിരുന്നു? നിങ്ങൾ പുറത്തുള്ള സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതാണ്. അങ്ങനെ വഴക്കിട്ടൊന്നും നിൽക്കാൻ പറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് പറ്റില്ല. കണ്ടല്ലേ ഞങ്ങള് ഉണ്ടെന്ന്. എന്ത് ജാതി വഴക്കാണ്. തുമ്മുമ്പോ തെറിക്കണ മൂക്ക് രണ്ടിന്. ഇനി തുമ്മുമ്പോ മൂക്ക് തെറിച്ചാൽ അവിടെ കിടക്കട്ടെ എന്നങ്ങ് വിചാരിക്കും ഞങ്ങള്. കേട്ടല്ലോ? തുമ്മരുത്, തെറിക്കും. ഹാപ്പി ബർത്ത്ഡേ. കൊടുത്തോ?